ഹേ ഗായ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സാലഡ് റെസിപ്പിയും കൂടിയുണ്ട്. നമ്മളുടെ ഫ്ലേവർ അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കുക. ഇതാ ഞാനിവിടെ കൈതച്ചക്കയും അതുപോലെ ആപ്പിളും അനാറുമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത്, എല്ലാം അധികം വലുതാക്കാണ്ട് ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ആപ്പിളും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആപ്പിൾ തൊലിയോട് കൂടി തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത്. ഇനിയിപ്പോൾ അനാറും കൂടി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ സ്വീറ്റ് കോൺ ഇല്ല, അതും കൂടി എടുത്തിട്ടുണ്ട്. റെഡി ടു കുക്കായിട്ട് കിട്ടുന്ന സ്വീറ്റ് കോണാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ എന്താ പറയുക സോഫ്റ്റായി കിട്ടുന്നവരൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ഏകദേശം ഇതെല്ലാം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ കോണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോണ് കുക്ക് ചെയ്തതാണ്, അപ്പോൾ അങ്ങനെ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ അടുപ്പത്തിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കട്ടത്തൈരില്ലേ, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കട്ടത്തൈര് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പുളിയില്ലാത്ത കേട് കിട്ടൂലേ നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങാൻ, അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേഗം കഴിക്കാം. അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ചാറ്റ് മസാല ഇടാം, അതുപോലെ മല്ലിയില, ഇഷ്ടമുള്ള ഫ്ലേവർ അനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല ഫ്രൂട്ട് സലാഡിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടുന്ന ഒരു സാലഡ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനിത് ഒരു മൈലാഞ്ചിൻ്റെ ബാക്കി ഉണ്ടായിന്. മൈലാഞ്ചി വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിട്ട് അതും കൂടി ഇട്ട് തീർത്തിട്ടുണ്ട്. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലത്തെ നാസ്ത, അതായത് കത്തല ഒറോട്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ അധികവും പൊറോട്ടി, ദോശ, പുട്ട് അങ്ങനത്തെ ഉള്ള ഐറ്റംസാണ് നമ്മൾ കൂടുതൽ ഉണ്ടാക്കൽ. എല്ലാ വീടുകളിലും അങ്ങനെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഞാനിത് വേഗം നല്ല തിന്നായിട്ട് ഈ ഒരു വാഴൻ്റെ ഇലയിൽ പരത്തിയെടുത്തിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഞാൻ ഒറോട്ടി ഇടുമ്പോൾ ഈ ഒരു വണ്ണത്തിലാണ് ഒറോട്ടി ചുട്ടെടുക്കുക. ഉമ്മയെങ്കിൽ ഇതിൻ്റെ 2 ഇരട്ടി കട്ടിയിലാണ് ചുടൽ. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ഒന്ന് കഴിച്ചാൽ മതി. ഇതില്ലേ നമ്മൾ അധികവും ഒറോട്ടി നമ്മൾ ചുടുന്നതുകൊണ്ട് നമുക്ക് വേറെ ഈസി തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അന്ന് മുരിങ്ങാച്ചപ്പ് കറി. അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഇതിപ്പോൾ ഞാൻ മോനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്. നമുക്കന്നൊരു വീട്ടിൽ കൂടലുണ്ട്, വ്യാസ്കാരൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടലാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് വേഗം മോനെ എണ്ണ തേച്ചിട്ടൊന്ന് വേഗം ഒന്ന് റെഡിയാക്കി കൊടുക്കലാണ്. എണ്ണ തേക്കാനൊന്നും വിടൂല, പക്ഷേ ഞാനിങ്ങനെ ഫോണും അങ്ങനെ ഓരോന്നെല്ലാം കൊടുത്തിട്ടാണ് ഓനെ ഇരുത്തിയിട്ടെല്ലാം ചെയ്ത് കൊടുക്കൽ. ഇതിപ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്ത് വെക്കുന്നതാണ് പോകാൻ വേണ്ടിയിട്ട്. വീട്ടിൽക്കൂട്ടിൽ വരുന്നത് പാനൂർ അങ്ങോട്ടാണ് കേട്ടോ. പാനൂരല്ല, കുറച്ചും കൂടി പോകാനുണ്ട്. 1 മണിക്കൂറോളം നമുക്ക് ട്രാവലിംഗ് ഉണ്ടായിന്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് റിയാസ്ഖാൻ്റെ വീട്ടിലേക്കാണ്. പിന്നെ റിയാസ്ഖാൻ്റെ പേനും ഷർട്ടും, അതായത് ഇട്ട ഷർട്ട് രസമില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഷർട്ട് എടുത്തിടാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ ഞാനിങ്ങനെ ഉമ്മാനോടും എല്ലാം സംസാരിച്ച് ഇങ്ങനെ ഇരുന്ന് റിയാസ്ക ഉള്ളിൽ നിന്ന് ഡ്രസ്സെല്ലാം മാറ്റുന്നുണ്ട്. പിന്നെ അങ്ങനെ ഉപ്പാനോടെല്ലാം വർത്താനം പറഞ്ഞ് പിന്നെ ഉമ്മ ഉണ്ട തന്നിട്ടുണ്ട്. അതിന് ഉമ്മാൻ്റെ ഫേവറേറ്റ് ഉണ്ട ഉമ്മ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അതെല്ലാം കഴിച്ച് പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ കുറേ ഫ്രൂട്ട് ഉണ്ടായിട്ട്, ഇത് റിയാസ്ഖാൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെയല്ലേനോ. അങ്ങനെ അതെല്ലാം ഒന്ന് പറിച്ച് കഴിച്ച് പിന്നെ നേരെ വണ്ടി കയറി. മക്കളെല്ലാം നല്ല ഡാൻസാണ് കേട്ടോ. അവർ പാട്ടെല്ലാം വെച്ചെടുത്തിട്ട് അവർക്ക് കൈയോടും കാലോടെല്ലാം ഡാൻസെല്ലാം കളിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ കുറേ സമയം ഇങ്ങനെ AC എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര തലകറക്കം, ഇതിലോ ഛർദി എന്ന പോലെല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് കേട്ടോ വീട്ടിൽ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഫംഗ്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് വീട്. അങ്ങനെ മാഷാല്ലാ നല്ല വീടേനും. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളെല്ലാം കണ്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല മട്ടൻ ബിരിയാണിയും അതുപോലെ ചിക്കൻ ഫ്രൈയും പിന്നെ അൽസിയെല്ലാം ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഒരു വൈകുന്നേരം ആകുമ്പോൾ തന്നെ
എൻ്റെ പുരക്കേക്ക് എത്തി. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലേ കസിൻ ഉണ്ടായിന്, അപ്പോൾ ഓക്ക് വേണ്ടിയിട്ട് ഈ ചായക്ക് കായ്പോളയെല്ലാം ഉണ്ടാക്കീന്. പിന്നെ രാത്രി അവർ ഫുഡെല്ലാം അവരുള്ളതുകൊണ്ട് തന്നെ ഫുഡെല്ലാം വേഗം ഉണ്ടാക്കാൻ നോക്കി. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ അപ്പവും അതുപോലെ വെജിറ്റബിൾ കുറുമിയാനും ആക്കിയത്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നമ്മൾ ഫുഡെല്ലാം ആക്കി സംസാരിച്ച് നല്ല രസമുണ്ടായിന്. ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കസിനെല്ലാം ആയിട്ട് ഇങ്ങനെ കുറേ ആയി നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ നിന്നിട്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതിന് കുറച്ചധികം സമയം നമ്മൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കറി കാച്ചി എടുക്കുന്നതാണ്, കുറുമക്കറി. അങ്ങനെ ഫുഡെല്ലാം സെറ്റാക്കി ഇനി വേഗം അവർക്ക് വേഗം കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെ ഇവിടെ മക്കളാണെങ്കിൽ നല്ല തകർപ്പും കളിയേനും കേട്ടോ, നല്ല കളിക്കലേനും. അങ്ങനെയല്ലാന്ന് പിന്നെ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.